morning. Today we can discuss what is cash break-even point. Okay. A break-even point എന്ന് പറഞ്ഞാൽ എന്താ? It is that point where there is no profit or loss. അല്ലെങ്കിൽ നമുക്ക് പറയാം it is that point where total sales and total cost meets. അല്ലെങ്കിൽ total cost and total sales equals. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് പ്രോഫിറ്റും ഉണ്ടാവില്ല ലോസും ഉണ്ടാവില്ല. അപ്പോൾ ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ദാറ്റ് പോയിന്റ് ഓഫ് സെയിൽസ് വോള്യൂം അറ്റ് വിച്ച് ടോട്ടൽ റവന്യൂ ഇസ് ഈക്വൽ ടു ടോട്ടൽ ക്യാഷ് കോസ്റ്റ്. അതായത് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് ക്യാഷ് ആൻഡ് നോൺ ക്യാഷ് ഐറ്റംസ്. ഇപ്പോൾ ഡിപ്രീസിയേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചിലപ്പം ടോട്ടൽ കോസ്റ്റ് തീരുമാനിക്കും. പക്ഷേ അതിൽ ക്യാഷ് കോസ്റ്റ് മാത്രം എടുക്കുക. ഡിപ്രീസിയേഷൻ പോലുള്ള ഐറ്റംസ്, നോൺ ക്യാഷ് ഐറ്റംസ് ഒഴിവാക്കിയിട്ട് ടോട്ടൽ ക്യാഷ് കോസ്റ്റ് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിന്റ്. സോ ക്യാഷ് കോൺട്രിബ്യൂഷൻ ഈക്വൽസ് ക്യാഷ് ഫിക്സ്ഡ് കോസ്റ്റ് അറ്റ് ദിസ് പോയിന്റ്. ഓക്കെ, അപ്പോൾ ക്യാഷ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഏതാണ്? അതിലെ വേരിയബിൾ പോർഷൻ ഓഫ് ഡിപ്രീസിയേഷനൊക്കെ ഒഴിവാക്കുക. അതേമാതിരി ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് എടുക്കുന്ന സമയത്ത് ഈ ഡിപ്രീസിയേഷനോ ഡെഫേർഡ് എക്സ്പെൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. സോ ദിസ് പോയിന്റ് എനേബിൾസ് ദ മാനേജ്മെന്റ് ടു ഡിറ്റർമിൻ ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി ബിലോ വിച്ച് ദ ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് ദ ഫേം വുഡ് ബി അഡ്വേഴ്സ്ലി ഇഫക്റ്റഡ്. ഇവിടെ നമ്മൾ ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, അതിൻ്റെ ഫോർമുല ഓർത്തിരിക്കുക. സാധാരണ ബ്രേക്ക് ഈവൻ പോയിന്റ് കാണാൻ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. അപ്പം അതിന് പകരം ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്യാഷ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. കഴിഞ്ഞ വർഷത്തെ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിന്റ്. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്, ഡിപ്രീസിയേഷൻ ഇൻക്ലൂഡഡ് ഇൻ ദി എബവ് പെർ യൂണിറ്റ്. അതായത് വേരിയബിൾ കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഡിപ്രീസിയേഷൻ ആണ്. ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്, ഡിപ്രീസിയേഷൻ ഇൻക്ലൂഡഡ് ഇൻ ഫിക്സഡ് കോസ്റ്റ് ഇസ് ഓൾസോ ഗിവൺ. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്യാഷ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അപ്പോൾ ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് 1 lakh ആണ്. അതിൽ ഉള്ള ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 25,000. അപ്പോൾ ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? 75,000. അതേപോലെ വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ, ക്യാഷ് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. ക്യാഷ് കോൺട്രിബ്യൂഷൻ കാണുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ടോട്ടൽ സെല്ലിംഗ് പ്രൈസിൻ്റെ അകത്ത് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യാൻ വേണം. അപ്പം സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് 30 ആണ്. പക്ഷെ ആ 30ൽ എത്ര ഡിപ്രീസിയേഷൻ ഉണ്ട്? 5 rupees. ഓക്കെ, അപ്പോൾ 25 rupees ആണ് ക്യാഷ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു 50. ദെയർഫോർ ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിന്റ് 75,000 ഡിവൈഡഡ് ബൈ 15, 5,000 യൂണിറ്റ്സ് എന്ന് വരും. അത് സെയിൽസിലേക്കാകുന്ന സമയത്ത് 5,000 into 40, 2 lakh എന്ന് വരും. ഇത്രയും ചെയ്യേണ്ട ആവശ്യം. ഓക്കെ, താങ്ക് യു. Hello. Today we can discuss the graphic method of break-even analysis. It is popularly known as break-even chart. Okay, we have already learned the calculation of break-even point. Break-even point can be calculated under 2 ways: algebraic method or graphic method. So under graphic method ബ്രേക്ക് ഈവൻ ചാർട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ബ്രേക്ക് ഈവൻ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഓഫ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റഡിയിങ് ദ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് റിലേഷൻഷിപ്പ്. It indicates break-even point and also shows the estimated profit or loss at different levels of production. A break-even chart എന്ന് പറഞ്ഞാൽ എന്താണ്? It is a graph showing the amount of fixed and variable cost and sales revenue at different volumes of operation. അതായത് ഓരോ വോള്യൂം ഓഫ് ഓപ്പറേഷനിലും എത്ര കോസ്റ്റ് വരും, എത്ര പ്രോഫിറ്റ് വരും, അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബ്രേക്ക് ഈവൻ ചാർട്ട് വരയ്ക്കുന്നത് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ സം അസംഷൻസ്. അതായത് ഏതൊക്കെയാണ് വാട്ട് ആർ ദ അസംഷൻസ് ഓഫ് ബ്രേക്ക് ഈവൻ ചാർട്ട് നോക്കാം. cost is divided into two, fixed and variable cost.
ഫിക്സഡ് കോസ്റ്റ് റിമൈൻസ് കോൺസ്റ്റൻറ്റ് ഫോർ ഓൾ ലെവൽസ് ഓഫ് ആക്ടിവിറ്റി. വേരിയബിൾ കോസ്റ്റ് എങ്ങനെയായിരിക്കും? ഇറ്റ് ചേഞ്ചസ് ഇൻ പ്രൊപ്പോർഷൻ ടു ഔട്ട്പുട്ട്. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ദെൻ സെയിൽസ് മിക്സിൽ ദർ ഇസ് നോ ചേഞ്ച്. അതേമാതിരി എൻറ്റയർ യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ആർ സോൾഡ്, ദാറ്റ് മീൻസ് ദർ ഇസ് നോ സ്റ്റോക്ക്. ദെൻ ലെവൽ ഓഫ് എഫിഷ്യൻസി ആൻഡ് മാനേജ്മെൻറ്റ് പോളിസി ഡു നോട്ട് ചേഞ്ച്. അപ്പോൾ ഈ അസംഷൻസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ബ്രേക്ക് ഈവൻ ചാർട്ട് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബ്രേക്ക് ഈവൻ ചാർട്ടിൽ നമുക്ക് എന്തെല്ലാം കാണാൻ പറ്റും, അതായത് അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ബ്രേക്ക് ഈവൻ ചാർട്ട് നിങ്ങൾക്കൊന്ന് ഓടിച്ചു പോവാൻ വേണമെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഇനി ഞാൻ എങ്ങനെയാണ് ബ്രേക്ക് ഈവൻ ചാർട്ടിൻ്റെ കൺസ്ട്രക്ഷൻ എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ദർ ആർ 3 ടൈപ്സ് ഓഫ് ബ്രേക്ക് ഈവൻ ചാർട്ട്. അതായത് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് സിമ്പിൾ ബ്രേക്ക് ഈവൻ ചാർട്ടാണ് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ദ മോസ്റ്റ് പോപ്പുലർ ബ്രേക്ക് ഈവൻ ചാർട്ട്. ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഈ പേര് പോലെ തന്നെ സിമ്പിളാണ്. ഇതിൽ ടോട്ടൽ കോസ്റ്റ് ലൈൻ, ഫിക്സഡ് കോസ്റ്റ് ലൈൻ, സെയിൽസ് ലൈൻ, ഇത് മൂന്നും ഉണ്ടാവുക. അപ്പോൾ നിങ്ങളടുത്ത് ബ്രേക്ക് ഈവൻ ചാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എഴുതണം, അതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റെപ്സ് വരെ എഴുതിയിട്ട് ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബ്രേക്ക് ഈവൻ ചാർട്ട് വരയ്ക്കുക. ഓക്കെ, അപ്പം ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ സെയിൽസ് വോളിയം ഇസ് പ്ലോട്ടഡ് ഓൺ എക്സ് ആക്സിസ്. അതായത് ഇതാണ് ഒരു ചാർട്ട് വരയ്ക്കുന്ന സമയത്ത് ഇതാണ് നമ്മളെ ഏത് ആക്സിസ്? വൈ ആക്സിസ്. ദിസ് ഇസ് എക്സ് ആക്സിസ്. അതെല്ലാവർക്കും അറിയാലോ, എക്സ് ആക്സിസും വൈ ആക്സിസും. ഇത് എക്സ് ആക്സിസ് ആണ്, ഈ വെർട്ടിക്കലാണ് വൈ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പം എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് സെയിൽസ് വോളിയം ആണ് നിങ്ങൾ ഏതിൽ പ്ലോട്ട് ചെയ്യേണ്ടത്? എക്സ് ആക്സിസിൽ. അത് ചിലപ്പോൾ സെയിൽസ് വോളിയം എന്ന് പറയുന്നത് ചിലപ്പോൾ യൂണിറ്റ്സ് ആവാം, അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് കപ്പാസിറ്റി ആവാം. വാട്ട് എവർ ഇറ്റ് മേ ബി, ഇറ്റ് ഇസ് സെയിൽസ് ഇസ് പ്ലോട്ടഡ് ഓൺ എക്സ് ആക്സിസ്. ദെൻ കോസ്റ്റ് ആൻഡ് റവന്യൂ ആർ പ്ലോട്ടഡ് ഓൺ വൈ ആക്സിസ്. അപ്പോൾ ഈ വൈ ആക്സിസിൽ നിങ്ങൾ കൊടുക്കേണ്ടത് കോസ്റ്റും റവന്യൂ ആണ്. ദെൻ അപ്പോൾ എന്താണ് എക്സ് ആക്സിസിൽ എടുക്കേണ്ടത്, വൈ ആക്സിസിൽ എടുക്കേണ്ടത് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എന്താ ചെയ്യേണ്ടത്? യു ഹാവ് ടു ഡ്രോ ഫിക്സഡ് കോസ്റ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. നമുക്കറിയാം എത്ര തന്നെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്താലും, ഇഫ് യു ആർ പ്രൊഡ്യൂസിങ് 1000 യൂണിറ്റ്സ് ഓർ 2000 യൂണിറ്റ്സ് ഓർ 3000 യൂണിറ്റ്സ്, യുവർ ഫിക്സഡ് കോസ്റ്റ് റിമൈൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ എത്രയാണെങ്കിലും സെയിം, ഒന്നും പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിലും ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും. സോ ഫിക്സഡ് കോസ്റ്റ് ലൈൻ ഇസ് ഡ്രോൺ പാരലൽ ടു എക്സ് ആക്സിസ്. ദിസ് ഇസ് ഫിക്സഡ് കോസ്റ്റ് ലൈൻ. ക്ലിയർ ആണോ? ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഡ്രോ ദ ടോട്ടൽ കോസ്റ്റ് ലൈൻ. ടോട്ടൽ കോസ്റ്റ് ലൈൻ വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം എവിടെ നിന്നാണ്? ഓൺ ദ എക്സ് ആക്സിസ്. കോസ്റ്റ് ലൈൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാം ഈ എക്സ് ഇവിടെയാണ്, അതായത് എവിടെയാണ്? ദ പോയിന്റ് ഓൺ ദ വൈ ആക്സിസ് വിച്ച് റെപ്രസെൻറ്റ്സ് ഫിക്സഡ് കോസ്റ്റ്. അവിടെ നിന്നാണല്ലോ ടോട്ടൽ കോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഓരോ യൂണിറ്റ്സിനും എത്ര ഫിക്സഡ് ടോട്ടൽ കോസ്റ്റ് വരും എന്നുള്ളത് പ്ലോട്ട് ചെയ്യുക. ആൻഡ് ഡ്രോ ദിസ് ടോട്ടൽ കോസ്റ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ ഓൾവേസ് ടോട്ടൽ കോസ്റ്റ് ലൈൻ ഇസ് ഡ്രോൺ അബവ് ദി ഫിക്സഡ് കോസ്റ്റ് ലൈൻ. ക്ലിയർ ആണോ? നെക്സ്റ്റ് സ്റ്റെപ്പ്, ഡ്രോ ദ സെയിൽസ് ലൈൻ സ്റ്റാർട്ടിങ് ഫ്രം ദ പോയിന്റ് ഓഫ് ഒറിജിൻ. അപ്പം ഇവിടെ നിന്നാണ് നിങ്ങളെ സെയിൽസ് ലൈൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 0 എന്നാണ് എപ്പോഴും തുടങ്ങുക. അപ്പം സെയിൽസ് ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇനി നമുക്കറിയാം ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ കോസ്റ്റും ടോട്ടൽ സെയിൽസും ഈക്വൽ ആവുന്ന പോയിന്റിനെ ബ്രേക്ക് ഈവൻ പോയിന്റ് പറയാം. അപ്പോൾ ദ പോയിന്റ് ബ്രേക്ക് ഈവൻ ചാർട്ടിൽ ദ പോയിന്റ് അറ്റ് വിച്ച് ടോട്ടൽ സെയിൽസ് ലൈൻ ഇന്റർസെക്ട് ടോട്ടൽ കോസ്റ്റ് ലൈൻ, ആ പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ്. ദിസ് ഇസ് ദ ബ്രേക്ക് ഈവൻ പോയിന്റ്. ഓക്കെ, അപ്പം ഈ ബ്രേക്ക് ഈവൻ പോയിന്റ് നിങ്ങൾ എക്സ് ആക്സിസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ്. ഇനി വൈ ആക്സിസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ബ്രേക്ക് ഈവൻ സെയിൽസ്, അതായത് ബ്രേക്ക് ഈവൻ പോയിന്റ് റുപ്പീസ്. ക്ലിയർ ആണോ? ഇനി വേറൊരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, ദ ഏരിയ ബിറ്റ്വീൻ ടോട്ടൽ സെയിൽസ് ലൈൻ ആൻഡ് ടോട്ടൽ കോസ്റ്റ് ലൈൻ, ഈ രണ്ടിൻ്റെ ഇടയിലുള്ള ഈ ഏരിയ ആണ് ഏരിയ ബിലോ ദ ബ്രേക്ക് ഈവൻ പോയിന്റ് റെപ്രസെൻറ്റ്സ് ദ ലോസ് ഏരിയ
and area above break even point represents profit area. And the angle formed at this angle is known as angle of incidence. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഫിക്സഡ് കോസ്റ്റ് ലൈൻ വരയ്ക്കുക. ഇതാണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ ദിസ് ഇസ് അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ലൈൻ എവിടെയാണോ ഇൻ്റർസെക്ട് ചെയ്യുന്നത് അതിൻ്റെ ബാക്കിയുള്ളത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആയിരിക്കുമല്ലോ. ഓക്കെ, പിന്നെ എന്താ പ്രോഫിറ്റ് ഏരിയ, ലോസ് ഏരിയ മനസ്സിലാക്കി വെക്കുക. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ സെയിൽസിൻ്റെ മുകളിലേക്കുള്ള എക്സസ് ഓഫ് ആക്ച്വൽ സെയിൽസ് ഓവർ ബ്രേക്ക് ഈവൻ സെയിൽസ് ഇസ് നോൺ ആസ് മാർജിൻ ഓഫ് സേഫ്റ്റി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, താങ്ക് യു.